കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലാടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. നെല്ലാട് ആര്യ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് PA കബീർ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളെ നേരിടുന്നതിന് വേണ്ടി അന്നത്തെ പ്രമാണിമാരായ വ്യാപാരികൾ, അന്ന് പ്രമാണിമാരെന്ന് പറയാൻ പറ്റും, അന്ന് കച്ചവടക്കാര്, റേഷൻ കടക്കാര്, ബാറുകാര്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിമാർക്കായിരിക്കും. നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ, അന്ന് അവരെ പ്രത്യേക ഒരു വർഗമായാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അന്ന് വ്യാപാരികളെ കണ്ടിരുന്ന ഒരു വേറൊരു കണ്ണോടിയാണ്. സമിതി പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ജോർജ് പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാബു വർഗീസ്, ഉല്ലാസ് TD എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.